സംസാരിക്കുന്നത് പോലെ നമ്മൾ എന്തു പറഞ്ഞാലും നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന വാചകം കടന്നു വരുന്നുണ്ട്. അത് പറയേണ്ട സ്ഥലത്തും പറയുന്നുണ്ട്, പറയാൻ പാടില്ലാത്ത സ്ഥലത്തും പറയുന്നുണ്ട്. അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് പറയേണ്ട സ്ഥലത്ത് പറയണം, പറയാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പറയരുത്. അത് പറയുന്നതിലൂടെ പടച്ച റബ്ബ് നമുക്ക് തരുന്ന പ്രതിഫലം എന്താണ്? ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ ആ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ടുള്ള നേട്ടമെന്താ? ഇൻഷാ അല്ലാഹ്, ഇതൊക്കെ നമ്മളിപ്പോ മാഷാ അല്ലാഹ് എല്ലാവരും പറയൂലേ? ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. നമ്മൾ തവക്കൽതു അലല്ലാഹുടെ ഗുണം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാം, സമയമുണ്ടെങ്കിൽ മാഷാ അല്ലാഹും പഠിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ ആദ്യം ഇതൊക്കെയോ പഠിക്കേണ്ടത്, അതൊക്കെ നമുക്ക് പിന്നീട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഏതൊരു കാര്യത്തെ പറ്റി നാളെ ഞാനത് തീർച്ചയായും ചെയ്യാം എന്ന് നീ പറഞ്ഞു പോകരുത്. ഖുർആൻ പറയുക, അല്ലാഹു പറയുകയാണ്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നാളെ ഞാനത് തീർച്ചയായും ചെയ്യുമെന്ന് നീ പറയാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് പറയണം? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, തീർച്ചയായും ഞാൻ നാളെ അത് ചെയ്യുമെന്ന് നീ ഉറപ്പിച്ചു പറയരുത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇല്ലാ അയ്യശാ അല്ലാഹ്, ഇല്ലാ അയ്യശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്നു എങ്കിൽ എന്നും ചേർത്തിട്ട് നീ പറയാൻ പാടുള്ളൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്,